ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് ക്ലാസ്സിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ക്ലാസ്സിൽ പോകുന്നതാണ്. അത് മാനന്തവാടിയാണ് കേട്ടോ. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണ് ക്ലാസ്സിൽ പോകുന്നത്. ഇത് എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായി. ഇതെനിക്കൊന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ കുറച്ച് സ്പേസ് വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ബസ്സിലാണ് കേട്ടോ പോകുന്നത്. ഇതൊരു ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണല്ലേ, 3 ദൈവങ്ങളും ഒരു സ്ഥലത്ത്. അപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ്സിൽ എത്തുന്ന വരെയുള്ള വീഡിയോസ് ഞാൻ കാണിക്കാം കേട്ടോ. ഞാൻ അങ്ങനെ വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കതിനൊന്നുള്ള സമയമില്ല. പിന്നെ ക്ലാസ്സൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഞാൻ എന്തൊക്കെയാണ് തയ്ച്ചതെന്നും ഒക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഒരേ ഓട്ടാണ്. എനിക്കൊരു ദിവസം പോലും ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല. പിന്നെ ആരെങ്കിലും വെറുതെ വീട്ടിലൊക്കെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ചെയ്യുക. നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് നമ്മൾ ഓവർ തിങ്കിങ് ചെയ്ത് നമ്മൾ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ടാവും. അപ്പോഴൊന്നും നമ്മളെ കൂടെ നിൽക്കാനോ നമ്മളൊന്ന് ആശ്വസിപ്പിക്കാനോ ആരും ഉണ്ടാവില്ല. പിന്നെ ആരും ആശ്വസിപ്പിച്ച് കഴിഞ്ഞാലും നമുക്കതൊന്നും ഓക്കെ ആയിരിക്കില്ല. നിങ്ങളെ ഹാപ്പിനെസ് നിങ്ങൾ തന്നെ കണ്ടെത്തി അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാട്ടോ. ഇത് ഞാൻ ഇവിടെ പറഞ്ഞതിനും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, നിങ്ങൾക്കറിയാലോ. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർ എന്ത് പറയുന്നു വിചാരിച്ചിട്ടും അങ്ങനെ നിൽക്കേണ്ട ഒരാവശ്യവും നമുക്കില്ല. ആരുമല്ല നമുക്ക് ചിലവിന് തരുന്നത്. നമ്മളെ ഹസ്ബൻഡിൻ്റെ നമുക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം സമ്മതം വാങ്ങിയിട്ട് നമ്മൾ ജീവിക്കുക. കുറേ ചൊറിച്ചിലുകളും കുറേ കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. കാരണം എൻ്റെ കൂടെ വരുന്ന പകുതി ആൾക്കാരോട് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സായാലും ഞങ്ങളിങ്ങനെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്നത് എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ ഹാപ്പിനെസ് നിങ്ങൾ തന്നെ കണ്ടെത്തി അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക. ഇനി ഇങ്ങനെ പുറത്ത് പോകണം അങ്ങനെയൊന്നല്ല കേട്ടോ പറയുന്നത്. എന്താണോ അത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാൻ മാനന്തവാടി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ഇറങ്ങിയിട്ടില്ല, ഞാൻ അപ്പുറത്ത് ഇറങ്ങിയിട്ട് നടക്കുകയാണ് ചെയ്തത്. കുറച്ച് പോകാനായിട്ട് ഞാൻ എവിടെയാണ് ക്ലാസ്സെന്നും ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. എനിക്ക് മാനന്തവാടി എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ എന്നറിയില്ല. നിങ്ങൾ ഹോം ടൗണിലൊക്കെ എത്തുമ്പോൾ മാനന്തവാടീൻ്റെ ബ്യൂട്ടി അത്രയ്ക്കൊരു ബ്യൂട്ടി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു 3 സ്റ്റെയർ കയറി പോകാനുണ്ട്. അങ്ങനെ ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ലഞ്ച് എടുക്കാതെയാണ് പോയത്. അതുകൊണ്ട് ഞാനൊരു പപ്സും ചായയും കുടിച്ചു. പിന്നെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞൊരു എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ ഒരു കോപ്പിക്കോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് ചാടിക്കയറി വന്ന് നിന്നതാണ്. ഞാൻ വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ ഓടിയിട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരമായിട്ടോ. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ജീപ്പിലാണ് വീട്ടിൽ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.